പുറപ്പാട് പുസ്തകം. അവൻ അവരോട് അത് യഹോവ കൽപ്പിച്ചത് തന്നെ നാളെ എന്ന് പറയുന്ന ദിവസം സ്വസ്ഥതയാകുന്നു. യഹോവയ്ക്ക് വിശുദ്ധമായുള്ള ശബത്ത് ചുടുവാനുള്ളത് ചുടുവേൻ, പാകം ചെയ്യുവാനുള്ളത് പാകം ചെയ്യുവേൻ, ശേഷിക്കുന്നതൊക്കെയും നാളത്തേക്ക് സൂക്ഷിച്ചു വെപ്പേൻ. അടുത്ത വാക്യം. മോശെ കൽപ്പിച്ചതുപോലെ അവർ പിറ്റന്നാളത്തേക്ക് സൂക്ഷിച്ചു വെച്ചു. അപ്പോൾ മോശ പറഞ്ഞത് എത്രാമത്തെ വാക്യം? മോശ കൽപ്പിച്ചതുപോലെ അവർ പിറ്റന്നാളത്തേക്ക് സൂക്ഷിച്ചു വെച്ചു. അത് നാറിപ്പോയില്ല, ക്രമിച്ചതുമില്ല. അടുത്തത്. അപ്പോൾ മോശെ പറഞ്ഞത് ഇത് ഇന്ന് ഭക്ഷിപ്പീൻ, ഇന്ന് യഹോവയുടെ ശബത്താകുന്നു, ഇന്നത് വെളിയിൽ കാണുകയില്ല. അടുത്തത്. 6 ദിവസം നിങ്ങൾ അത് പെറുക്കണം. 6 ദിവസം നിങ്ങൾ അത് എന്ത് ചെയ്യണം? പെറുക്കണം. ശബത്തായി 7-ാം ദിവസത്തിലോ അതുണ്ടാകയില്ല. എന്നാൽ 7-ാം ദിവസം ജനത്തിൽ ചിലർ പെറുക്കാൻ പോയാറ് എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയമാണ്. എന്റെ ദൂത് അതല്ല എങ്കിലും എന്റെ ചിന്ത ഈ ഭാഗത്തേക്ക് പെട്ടെന്ന് കടന്നു വരുവാനിടയായിത്തീർന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നാം വായിച്ചത്? 7-ാം ദിവസത്തിലോ അതുണ്ടാകുകയില്ല. അടുത്തത്. എന്നാൽ 7-ാം ദിവസം ജനത്തിൽ എല്ലായിടത്തും ഇതുണ്ട്. സ്തോത്രം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അന്ന് യഹോവയാകുന്ന ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്, ദൈവം പറഞ്ഞത് അനുസരിക്കാത്ത ചിലര് എവിടെ ഉണ്ടായിരുന്നു? ആ ജനത്തിന്റെ ഇടയിലുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മള് പാസ് പറഞ്ഞാൽ കേൾക്കാത്ത ചിലരുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് എവിടെ തുടങ്ങി ആരംഭിച്ചതാ? അന്നു മുതൽ ആരംഭിച്ചതാ. അപ്പൊ മോശയോട് ദൈവം പറയുകയാണ്, അവൻ 6 ദിവസം നിങ്ങൾക്ക് പിറക്കാനുള്ള അവസരമുണ്ട്. എന്നാൽ 7-ാം ദിവസം നിങ്ങൾ എന്ത് ചെയ്യരുത്? പിറക്കാൻ പോകരുത്. ഇനിയും നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ കഴിഞ്ഞ 6 ദിവസം കിട്ടിയതല്ലേ, അതുകൊണ്ട് നാളെയും കിട്ടുമെന്ന് ചിന്തിച്ച് ദൈവം പറഞ്ഞത് കേൾക്കാതെ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുകയില്ല? പിറക്കാനുള്ള മന്ന അവിടെ കാണുകയില്ല. ആമനിത് സ്വർഗത്തിലെ ദൈവം കൊടുത്ത ആഹാരമാണ് തന്റെ ജനത്തിന്. എന്തായിരുന്നു? മന്ന. ആമേ സ്തോത്ര. മന്നയെ കുറിച്ച് ഈ ഭാഗത്തിലൂടെ വളരെ സവിസ്തരമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യഹോവയാകുന്ന ദൈവം നീണ്ട വർഷങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്വർഗത്തിൽ നിന്ന് അവർക്ക് അപ്പം പൊഴിച്ചു കൊടുത്തു. സ്തോത്രം. ആമൻ എങ്ങനെയായിരുന്നു? രാവിലെ വെയിലുറയ്ക്കുന്നതിന് മുൻപേ അതിരാവിലെ അവരവരുടെ കൂടാരത്തിന് മുൻപിലേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കിയാൽ അവർക്ക് ആ മഞ്ഞൾ പൊതിഞ്ഞു കിടക്കുന്ന ആമൻ എന്ത് കാണാൻ പറ്റും? മന്ന കാണാൻ പറ്റും. ദൈവം പറഞ്ഞ ആൾക്കൊന്നു വീതം എത്ര ഇടങ്ങഴി പറക്കണം? 1 ഇടങ്ങഴി വീതം. അപ്പൊ അന്നുള്ളവരൊക്കെ അത്യാവശ്യം കഴിക്കുന്ന ആളുകളായിരുന്നു. ഇന്ന് ഒരിടങ്ങഴി ഉണ്ടെങ്കിൽ ഒരു നേരം നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും സുരക്ഷിതമായിട്ട് കഴിക്കാം. അവ എന്നാൽ ദൈവം ആമൻ നന്നായി ധാരാളമായിട്ട് അവർക്ക് കൊടുത്തത് ഒരാൾക്ക് 1 ഇടങ്ങഴി വീതം. 2 പേരുണ്ടെങ്കിൽ 2 ഇടങ്ങഴി പറക്കാം. 5 പേരുണ്ടെങ്കിൽ 5 ഇടങ്ങഴി പറക്കാം. ആമൻ എത്ര പേരുണ്ടോ ആമൻ അതിനുള്ള സാധനം എവിടെയുണ്ട്?
ആമൻ അവരുടെ കൂടാരത്തിന്റെ മുൻപിൽ ദൈവം പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമൻ എന്നാൽ ചിലര് ആമൻ അളവിൽ കൂടുതൽ പറക്കി, അളവിൽ കൂടുതൽ പറക്കി. പക്ഷെ അവരെ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ കൂടുതലായിട്ട് എന്ത് ചെയ്തില്ല, കണ്ടില്ല. സ്തോത്രം. ചിലര് ദൈവത്തെ അവിശ്വസിച്ചുകൊണ്ട് പിറ്റേ ദിവസത്തേക്ക് എന്ത് ചെയ്തു? ദൈവം പറഞ്ഞതാ, നിങ്ങൾക്ക് അന്നുള്ളത് ആമൻ ഓരോ ഇടങ്ങഴി വീതം ആൾക്കൊന്ന് വീതം ആമൻ ഞാൻ എന്ത് ചെയ്തിരിക്കുക, ക്രമീകരിച്ചു വെച്ചിരിക്കുക. എന്നാലും അവർക്കൊരു അവിശ്വാസം. നാളെ ദൈവം ചിലപ്പോ ഉറക്കം എണീക്കാൻ താമസിച്ചാലോ, നമ്മുടെ പോലെ ആമൻ ഉറങ്ങാൻ കിടന്ന് ഉറങ്ങി എഴുന്നേക്കാൻ താമസിച്ച് ഇനി താമസിക്കുക മാത്രമല്ല മറന്നുപോയാലോ, ആമൻ ഇത് കിട്ടാതെ വരും. പിള്ളേര് പട്ടിണിയാകും, നമ്മളൊക്കെ പട്ടിണിയാകും. അതുകൊണ്ട് കുറച്ചെന്ത് ചെയ്തേക്കാം, ശേഷിപ്പിച്ചു വെച്ചേക്കാം. സ്തോത്രം. എന്നാൽ അവിടെ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആമൻ അത് ക്രമിച്ചുപോയി, അത് ഉപയോഗശൂന്യമായി പോയി. ആമന് ഉപയോഗിക്കാൻ പറ്റാത്ത നിലകളിൽ അതെന്ത് ചെയ്തു, ആമൻ മാറ്റപ്പെടുവാനിടയായി തീർന്നു. എന്ന് പറഞ്ഞാൽ അന്നുള്ളത് ദൈവം അവർക്ക് വേണ്ടി എന്ത് ചെയ്തു, ആ മരുഭൂമിയിൽ പൊഴിച്ചു കൊടുത്തു. ദൈവം പറഞ്ഞ മറ്റൊരു സംഗതിയുണ്ട്, നിങ്ങൾ അതെന്ത് ചെയ്യണം, വാരിക്കൂട്ടരുത്, നിങ്ങൾ അതെന്ത് ചെയ്യണം, പെറുക്കിയെടുക്കണം. എന്ന് പറഞ്ഞാൽ അല്പസമയം അതിനുവേണ്ടി എന്ത് ചെയ്യണം, മാറ്റിവെക്കണം. സ്തോത്രം. സ്വർഗത്തിൽ നിന്ന് ചിലത് ലഭിക്കുന്നത് ആമൻ എങ്ങനെയാണ് ലഭിക്കുന്നത്, അത് പിറക്കിയെടുക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം, ആമൻ സാവധാനത കാണിക്കണം. ആമൻ പെറുക്കിയെടുക്കുന്നത് ഞാൻ സാധാരണ പറഞ്ഞിട്ടുണ്ട്, പെറുക്കിയെടുക്കുന്നതും വാരിക്കൂട്ടും തമ്മിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. പെറുക്കിയെടുക്കാൻ സമയം അല്പം എന്ത് ചെയ്യും, പോകും. അല്പസമയം വേണം. വാരിയെടുക്കാൻ അധിക സമയം വേണ്ട. പക്ഷെ വാരിയെടുത്താൽ മന്ന മാത്രമല്ല, അതിന്റെ കൂടുള്ള മറ്റുള്ളത് ഉപയോഗിക്കാൻ പറ്റാത്ത പലതും അതിന്റെ കൂടെ എന്ത് ചെയ്യും, നമ്മുടെ കൈകളിൽ അകപ്പെടുവാനിടയായിത്തീരും. അതുകൊണ്ട് തമ്പുരാൻ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്തോളോ, പെറുക്കിയെടുത്തുകൊള്ളണം. അതിരാവിലെ എഴുന്നേറ്റ് പിറക്കണം. സ്തോത്രം. ആമേൻ. നമ്മള് ഞായറാഴ്ച പോലും അതിന് സമയം കിട്ടാറില്ല. സ്തോത്രം. ആമൻ. എന്ന് പറഞ്ഞാൽ ദൈവവചനം അതിൽ ചില മന്നയുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, പിറക്കിയെടുക്കണം. അത് പിറക്കിയെടുക്കണമെങ്കിൽ ദൈവവചനം വായിക്കണം. ദൈവവചനത്തിൽ നിന്നുള്ള ദൈവിക വചനത്തിന്റെ ആഴങ്ങൾ നമ്മോട് ഇടപെടുവാനിടയായി തീരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിന്റെ വചനം നമ്മോട് എന്ത് ചെയ്യും, സംസാരിക്കുവാനിടയായി തീരും. ഈ ദൈവത്തിന്റെ വചനം നമ്മോട് ഇടപെടുവാനിടയായി തീരും. നീ ഭാരത്തോടെ ഇതിനെ സമീപിക്കുമ്പോൾ, പ്രാർത്ഥനയോട് ഇതിനെ സമീപിക്കുമ്പോൾ നിന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ശക്തി ഈ ദൈവവചനത്തിന്റെ അകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരെല്ലാം ക്ഷീണിച്ചു പോയാലും നമ്മുടെ ക്ഷീണങ്ങളെ മാറ്റുന്നതാണ് ദൈവത്തിന്റെ വചനം. സ്തോത്രം. അപ്പൊ നോക്കിയേ, അപ്പോൾ മോശ പറഞ്ഞത് എന്താ, 6 ദിവസം നിങ്ങൾ അത് പറക്കണം. അടുത്തത് എന്താ പറയുന്നത്, 7-ാം ദിവസത്തിലോ അതുണ്ടാകുകയില്ല. സ്തോത്രം. 7-ാം ദിവസം എന്ത് ചെയ്യേണ്ട ദിവസമാണ്? ദൈവസന്നദ്ധയിൽ പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത ഒരു ശബത്ത് ദിനമായിരുന്നു. ഒരു ശാബത്തായിട്ട് അതിനെ എന്ത് ചെയ്യണമായിരുന്നു, ആചരിക്കേണ്ട ദിനമായിരുന്നു. സ്തോത്രം. അപ്പൊ നോക്കി, ആ ശാബത്തായ 7-ാം ദിവസത്തിലോ അതുണ്ടാകുകയില്ല. എന്നാൽ 7-ാം ദിവസം ജനത്തിൽ ചിലർ പിറക്കുവാൻ പോയി, പക്ഷെ ഒന്നും അവിടെ കണ്ടില്ല. സ്തോത്രം. എന്നാൽ 6-ാം ദിവസം ഈ 2 ഇടങ്ങളിൽ എന്ത് ചെയ്യാം, പറക്കാം. എന്താണെന്നറിയാമോ? അത് പിറ്റേ ദിവസത്തേക്ക് നിങ്ങൾ ശേഷിപ്പിച്ചാലും അതിന് യാതൊരു കേടുമുണ്ടാകില്ല. എന്താ കാരണം?
ആമൻ ദൈവം പറഞ്ഞ വ്യവസ്ഥയാണത്. സ്തോത്രം. 7-ാം ദിവസം പറക്കാൻ പാടില്ല. 7-ാം ദിവസം പറക്കാൻ പോയാറേ അവർക്കൊന്നും കാണുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ യഹോവ മോശയോട് എന്റെ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും പ്രമാണിപ്പാൻ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സില്ലാതിരിക്കും. മോശയോട് ദൈവം ചോദിക്കുക. മോശയാണോ അനുസരണക്കേട് കാണിച്ചത്? ആണോ? അല്ല. ആമൻ അവിടുത്തെ ജനമാണ് കാണിക്കുന്നത്. അപ്പൊ ആമൻ സ്തോത്ര. അപ്പൊ നമുക്ക് ചോദിക്കാം ദൈവത്തോട്, ദൈവമേ അങ്ങനെയാണെങ്കിൽ ആ ജനത്തോട് ചോദിച്ചാൽ പോരെ. ദൈവം ആരോടാ ചോദിക്കുന്നത്? ജനത്തോടല്ല, മോശയോട് ചോദിക്കുകയാണ്. മോശ ഏൽപ്പിച്ചതാണ് ഈ ജനത്തെ. അതുകൊണ്ട് ആരാ മറുപടി പറയേണ്ടത്? മോശയാണ് ഇതിന് മറുപടി പറയേണ്ടത്. അതുകൊണ്ട് മോശയോട് ദൈവം പറയുകയാണ്, ആമേൻ, എന്റെ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും പ്രമാണിപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലാതിരിക്കും. അടുത്തത് നോക്കുവേ, ശബത്ത് തന്നിരിക്കുന്നു. അതുകൊണ്ട് 6-ാം ദിവസം 6-ാം ദിവസം നിങ്ങൾക്ക് 2 ദിവസത്തേക്കുള്ള ആഹാരം തരികയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടുത്തത് സ്ഥലത്ത് ഇരിപ്പീൻ. 7-ാം ദിവസം ആരും തന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെടരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ ജനം 7-ാം ദിവസം സ്വസ്ഥമായി. അങ്ങനെ ജനമെല്ലാം 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ കർത്ത ദിവസം എന്ന് പറയുന്ന ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനം ദൈവത്തിന് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന ദിനമാണ്. ആമേൻ. നമ്മളെല്ലാവരും തിരക്കുള്ളവരാണ്. ആമേൻ. 365 ദിവസം കിട്ടിയാലും നമുക്ക് തികയാത്തവരാണ് നമ്മളെല്ലാവരും. ആമേൻ. പക്ഷെ ഒരു കാര്യം പറയാം, ആമേൻ, ദൈവത്തിനുള്ള ദിവസം ദൈവത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിവെക്കുക തന്നെ ചെയ്യണം. അത്യാവശ്യമുള്ളതാണെങ്കിൽ ആരാധനയ്ക്ക് ശേഷം ചെന്നിട്ട് അതെന്ത് ചെയ്യുക. അല്ല എങ്കിൽ ആരാധനയ്ക്ക് വരുന്നതിന് മുൻപ് അത് നിവർത്തിച്ച് ദൈവസന്നിധാനത്തിൽ ചില മിനിറ്റുകൾ ഇരിക്കുവാൻ നമ്മൾ മനസ്സ് കാണിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേ. വർഷത്തിൽ എത്ര ഞായറാഴ്ചയുണ്ട്? 53 അല്ലേ? 53 ഞായറാഴ്ച. അതിനകത്തൊന്ന് നോക്കണം. ഒരു വർഷം തികയുമ്പോ നിങ്ങളൊന്ന് നോക്കണം, എത്ര ഞായറാഴ്ച ഞാൻ പോയി, എത്ര ഞായറാഴ്ച പോയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആമേൻ, ദൈവസന്നിധാനത്തിൽ ദൈവത്തിന് വേണ്ടി ദിവസം നാം വേർതിരിക്കുക തന്നെ ചെയ്യണം. നിങ്ങളുടെ സ്ഥലത്തിരിപ്പീൻ. 7-ാം ദിവസം ആരും സ്ഥലത്ത് നിന്ന് പുറപ്പെടരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ ജനം 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. ഇസ്രായേൽ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. ആമ. രുചികരമായ എത്ര തിന്നാലും മടുപ്പ് വരാത്ത മന്ന ദൈവം അവർക്ക് കൊടുക്കുവാനിടയായി തീർന്നു. ആമേൻ. ആ മന്നായുടെ രുചി എന്ന് പറയുന്നത് തേൻ കൂട്ടിയ ദോശ പോലെയാണ്. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കറിയൊന്നും ജോമിഷ് അതിന് വേണ്ട. സ്തോത്രം. ആമേൻ. നമ്മളൊന്ന് രാവിലത്തെ 2 ദോശ തിന്നാൻ ഒരു ദിവസം സാമ്പാർ ഉണ്ടാക്കും, പിറ്റേ ദിവസം അതെന്താക്കും, ചട്ടിണി ഉണ്ടാക്കും, അതിന്റെ പിറ്റേ ദിവസം എന്തുണ്ടാക്കും, സമ്മന്തി ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ നാവിന് ആമേൻ വ്യത്യസ്തമാകുന്ന ടേസ്റ്റ് വരാൻ വേണ്ടി. അല്ലെങ്കിൽ അച്ഛൻ ചോദിക്കും, എടി എന്നും ഈ വളിച്ച സാമ്പാർ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കും. അതുകൊണ്ട് പക്ഷേ നീണ്ട നാളുകൾ ഈ മന്ന കൊണ്ടുണ്ടാക്കിയ അപ്പം അവർക്ക് തിന്നിട്ട് എന്ത് ചെയ്തില്ല, മടുത്തുപോയില്ല. ഇതാണ് ദൈവം തരുന്ന ഭക്ഷണത്തിന്റെ പ്രത്യേകത. തേൻ കൂട്ടിയ ദോശ തിന്നിട്ടുണ്ടോ? ഒന്ന് കൈവക്കിക്കേ. ആകെ 3 പേരെ തിന്നിട്ടുണ്ട്. സഹോദരിമാരൊന്നും തിന്നിട്ടില്ല. തിന്നിട്ടില്ലെങ്കിൽ ഇച്ചിരി തേനും വാങ്ങി ദോശ ഉണ്ടാക്കി മുക്കി ഒന്ന് തിന്നണം.
നല്ല ടേസ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം, ആമൻ അങ്ങനെ രുചികരമാകുന്ന ഭക്ഷണം ബിനു ദൈവം തന്റെ ജനത്തിന് മരുഭൂമിയിൽ എന്ത് ചെയ്തു? ഒരുക്കി കൊടുക്കുവാനിടയായി തീർന്നു. അതിന്റെ പേരാണെന്ത്? മന്ന. അടുത്ത വാക്യം ഒന്ന് വായിച്ച. മന്ന എന്ന് പേരിട്ടു. അത് കോതമ്പലരി പോലെയും, അത് കൊത്തമ്പാലരി പോലെയും. എന്താ ഈ കൊത്തമ്പാലരി? മല്ലി. ഇന്നിപ്പോ മല്ലി കാണാനില്ല. ഇന്നിപ്പോ മല്ലിപ്പൊടി മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ. പിന്നെ എന്തെങ്കിലും വല്ല വയറ്റിൽ അസുഖമൊക്കെ ഉണ്ടാകുമ്പോ ഇച്ചിരി വെള്ളം തിളപ്പിക്കാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യും. അപ്പൊ ഇവിടെ പറയുകയാണ് കൊത്തമ്പാലരി പോലെ. നമ്മുടെ പിള്ളേർക്കൊന്നും അത് മല്ലിപ്പൊടി അവർക്ക് അറിയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ രൂപമാണ് ഇവിടെ എഴുതിയിരിക്കുന്ന കൊത്തമ്പാലരി പോലെ. അടുത്തത് വെള്ള നിറം. അതിന്റെ നിറമെന്താ? വെള്ള നിറവും തേൻ കൂട്ടിയ ദോശയോടൊത്ത രുചിയുള്ളതുമായിരുന്നു. അടുത്തത് 32. പിന്നെ മോശെ യഹോവ കൽപ്പിക്കുന്ന കാര്യമാവിത്, നിങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ചു വെപ്പാൻ അതിൽ നിന്ന് ഒരിടം കഴി നിറച്ചെടുക്കണം എന്ന് പറഞ്ഞു. അതിന് അഹരോനോട് മോശെ ഒരു പാത്രമെടുത്ത് ഒരിടം കഴി മന്നയിട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുമ്പാകെ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അഹരോൻ അത് സാക്ഷ്യസന്നിധിയിൽ സൂക്ഷിച്ചു വെച്ചു. കൂടിപ്പാർപ്പാനുള്ള ദേശത്ത് മതി നോക്കിയേ. ആമൻ വരുവാനുള്ള തലമുറയോട് ഇതെന്ത് ചെയ്യണം? ഘോഷിക്കണം. ആമൻ നിയമത്തിന്റെ പെട്ടകത്തിൽ ഒരു പാത്രമുണ്ട്. ആ പാത്രത്തിന്റെ പേരാണെന്ത്? മന്നായിട്ട് വെച്ച പൊൻപാത്രം. ആമൻ നിയമപ്പെട്ടകത്തിൽ ആമൻ ഒരുപാട് അത്ഭുതങ്ങൾ ആമൻ ശേഷിപ്പിക്കാമായിരുന്നെങ്കിലും സർവശക്തനാകുന്ന ദൈവം മറന്നു പോകാതെ ആമൻ അവരോട് പറഞ്ഞതനുസരിച്ച് ആമൻ സമാഗമന കൂടാരത്തിലുള്ള അല്ലെങ്കിൽ നിയമത്തിന്റെ പെട്ടകത്തിൽ എന്തുണ്ടായിരുന്നു? മന്നായിട്ട് വെച്ച ഒരു പൊൻപാത്രം അവിടെ ഉണ്ടായിരുന്നു. ആമൻ ഇതെന്തിനു വേണ്ടിയാണെന്നറിയാമോ? ആമൻ എന്ന് പറഞ്ഞ് ഇവിടെ പറയുകയാണ്, ഒരിടങ്ങളിൽ സൂക്ഷിച്ചു വെക്കണം. നിന്റെ തലമുറയോട് ഇതെന്ത് ചെയ്യണം? പറയാനുള്ളതാണ്. ആമൻ നമ്മുടെ തലമുറ ദൈവസന്നദ്ധിയിൽ നിലനിൽക്കണമെങ്കിൽ നാം ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ദൈവം ചെയ്ത നന്മകൾ അവരോട് പങ്കിടണം. എന്റെ കഴിവല്ല, എന്റെ മിടുക്കല്ല, എന്റെ ആരോഗ്യമല്ല, എന്റെ പാരമ്പര്യമല്ല. ആമൻ എനിക്ക് എന്തെങ്കിലും കിട്ടിയത് കൊണ്ടല്ല, ദൈവം സകലരും തന്നതാണെന്ന് നമ്മുടെ തലമുറ അറിയാനിടയായി തീരണം. അവിടെയാണ് ദൈവത്തിന്റെ നാമം എന്ത് ചെയ്യുന്നത്? മഹത്വപ്പെടുന്നത്. ദൈവത്തിന്റെ നാമം എന്ത് ചെയ്യുന്നത്? മഹത്വപ്പെടുവാൻ ഇടയായി തീരുന്നത്. സ്തോത്രം. ആമേൻ. നോക്കിയേ, നമ്മൾ വായിച്ച 24-ാമത്തെ സങ്കീർത്തനം ഇങ്ങനെയാണ് പറയുന്നത്. അതിന്റെ ആദ്യ വാക്യം, ഭൂമിയും അതിന്റെ പൂർണ്ണതയും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സ്തോത്രം. അപ്പൊ നോക്കിയേ, ഈ 24-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ പരമാധികാരത്തെ എന്ത് ചെയ്യുക? ആമെ കാണിക്കുന്നതാണ്. 24-ാം സങ്കീർത്തനത്തിൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, സർവശക്തനാകുന്ന ദൈവത്തിന്റെ പരമാധികാരത്തെ എന്ത് ചെയ്യുക? വെളിപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ വസിക്കാനുള്ളവരുടെ യോഗ്യത എന്താണെന്നുള്ളതാ പറയുന്നത്. സ്തോത്രം. അപ്പൊ ഒന്ന് വായിച്ചാട്ടെ. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും ആർക്കുള്ളതാ? സ്തോത്രം. ഈ ഭൂമിയും ഭൂതലവും ഈ ഭൂമിയിൽ പാർക്കുന്ന സകലതും ആർക്കുള്ളതാ? യഹോവയ്ക്കുള്ളതാ.
അപ്പൊ സ്തോത്രം. ദൈവസന്നദ്ധിയിൽ ആമൻ ഈ വചനം നമ്മോട് പറയുകയാണ്, നമ്മൾ നമുക്കുള്ളവരല്ല, നമ്മൾ ആർക്കുള്ളവരാ? ദൈവത്തിനുള്ളവരാ. പ്രൈസ് ദി ലോർഡ്. ആമൻ. നമ്മൾ ആരുടെ വകയാണ്? ദൈവത്തിന്റെ വകയാണ്. അപ്പൊ പറയണം, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ആർക്കുണ്ട്? യഹോവയ്ക്കുള്ളതാണ്. അടുത്ത് പറയുകയാണ്, സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ എന്ത് ചെയ്തു? സ്ഥാപിച്ചു. യഹോവയാകുന്ന ദൈവം ആമൻ ഇതിനെ എവിടെയാ സ്ഥാപിച്ചേ? ഒരു വലിയ അത്ഭുതം തന്നെയാണ്. സമുദ്രത്തിന്റെ മേൽ ഇതിനെ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. സ്തോത്രം. മനുഷ്യന്റെ ബുദ്ധിക്ക് അത് അപ്രമേയമാണ്. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഒരു എത്തും പിടിയും എന്ത് ചെയ്യില്ല, കിട്ടുകയില്ല. ഈ ഭൂമി നിൽക്കുന്ന എന്തിന്റെ മുകളിലാ? വെള്ളത്തിന്റെ മുകളിൽ. ആമനൊരു പന്തിട്ടാൽ അതെന്ത് ചെയ്തുകൊണ്ടിരിക്കും? ആടിക്കൊണ്ടിരിക്കും. പക്ഷെ സർവശക്തനാകുന്ന ദൈവം ഈ ഭൂമി എവിടാ സ്ഥാപിച്ചിരിക്കുന്നത്? എന്താ നമ്മൾ വായിച്ചേ? സമുദ്രങ്ങളുടെ മേൽ. അതുകൊണ്ട് ഈ ഭൂമി താഴ്ത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? വെള്ളം കിട്ടും. അപ്പൊ ഈ ഭൂമിക്ക് അടിയിൽ എന്താ ഉള്ളത്? വെള്ളം. അപ്പൊ ഈ വെള്ളത്തിന്റെ മുകളിൽ ദൈവം ഈ ഭൂമിയെ സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ അത് ആരെ കൊണ്ടേ സാധ്യമാകുകയുള്ളൂ? ദൈവത്തെ കൊണ്ടേ സാധ്യമാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഈ വെള്ളത്തിന്റെ മുകളിൽ മനുഷ്യന് നടക്കാൻ സാധ്യമല്ല. നടന്ന വിവരം അറിയും, അല്ലേ? നമ്മുടെ നിലമ്പൂരുള്ള ചാലിയാർ പുഴയിലെ ജിഷേ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കുന്തിപ്പുഴ വെള്ളത്തിൽ ഒന്ന് ഇക്കര മുതൽ അക്കരെ വേണ്ട, ഒരു 2 ചുവട് വെള്ളത്തിന്റെ മുകളിൽ ഒന്ന് നടക്കാം. വിവരം എന്ത് ചെയ്യും? മനസ്സിലായി. പക്ഷേ ഈ വെള്ളത്തിന്റെ മുകളിൽ, സമുദ്രത്തിന്റെ മുകളിൽ സർവശക്തനാകുന്ന ദൈവം അതിനെ സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? ഇച്ചിരി ബുദ്ധിമുട്ടാ, അല്ലേ? പ്രൈസ് ദി ലോർഡ്. സ്വന്തം നോക്കിയ പടകിന്റെ ഇരിക്കുന്ന ശിഷ്യന്മാരോട് യേശു തമ്പുരാൻ പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു. അപ്പൊ ശിഷ്യന്മാർ ഒന്നടങ്കം പറഞ്ഞു, നീ ആകുന്നു. അങ്ങനെ നീ ആകുന്നുവെങ്കിൽ പത്രോസ് പറയുകയാണ്, ഞാൻ നിന്റെ അടുക്കലേക്ക് എന്ത് ചെയ്യട്ടെ? ഒന്ന് വരട്ടെ. കർത്താവ് പറഞ്ഞു, നീ അങ്ങനെ വരണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ എന്ത് ചെയ്തു? വന്നോളാൻ പറഞ്ഞു. പത്രോസ് വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നു വന്ന് നിൽക്കുന്ന യേശുവിന്റെ അടുക്കലേക്ക് പടകിൽ നിന്ന് എന്ത് ചെയ്തു? ഇറങ്ങി 4 ചുവട് മുൻപോട്ട് ചെന്നപ്പോൾ പത്രോസിന്റെ കാൽച്ചുവടുകൾ താഴാൻ തുടങ്ങി. ഇറങ്ങിയതുപോലെയല്ല, അവസ്ഥ മാറി. വെള്ളത്തിന്റെ മുകളിൽ നിൽക്കാൻ കഴിയുന്നില്ല. പക്ഷെ താണു പോകുന്ന പത്രോസിന്റെ കരങ്ങളിൽ കർത്താവ് പിടിക്കുകയാണ്. അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു? സ്വത്രം. അപ്പോൾ വെള്ളത്തിന്റെ മുകളിൽ സർവശക്തനാകുന്ന ദൈവത്തിനല്ലാതെ ഇതിനെ സ്ഥാപിക്കുവാൻ കഴിയത്തില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ സാരമെന്ന് പറയുന്നത്. അപ്പൊ തമ്പുരാൻ പറയുകയാണ്, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും ആർക്കുള്ളത്? യഹോവയ്ക്കുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമുക്കൊരു വാക്യം ഒന്ന് വായിച്ചാലോ? ആമേൻ. ഒരു വാക്യം നമുക്ക് വായിക്കാം. ആമേൻ. ദൈവത്തിന്റെ പരമാധികാരത്തെ ആമേൻ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ആവർത്തന പുസ്തകം 10:14 വാക്യം ഒന്ന് വായിച്ച്. ആവർത്തനം 10:14. ഇതാ സ്വർഗവും സ്വർഗാദി സ്വർഗവും ഇതാ സ്വർഗവും സ്വർഗാദി സ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും നോക്കി, അതെല്ലാം നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളത്. അപ്പൊ പിന്നെ പാസ് ഇതൊക്കെ ഓരോരുത്തരും എന്ത് ചെയ്തിരിക്കുക? അവകാശം പറഞ്ഞു വെച്ചിരിക്കുക. കഴിഞ്ഞ ദിവസം ഈ ആധാരത്തെ കുറിച്ച് ഞാനും പ്രിയ സഹോദരനുമായിട്ട് സംസാരിച്ചു പറഞ്ഞതാണ്. സത്യത്തിൽ ഈ ആധാരം താൽക്കാലികമായിട്ട് നമ്മുടെ
പക്ഷെ ഇതിനകത്ത് പൂർണ്ണ അധികാരം ആർക്കാ? ഇവിടുത്തെ ഗവൺമെന്റിന്, ഇല്ലേ? ഇവിടുത്തെ ഗവൺമെന്റിന് ഏത് സമയവും അത് തിരിച്ച് വാങ്ങാനുള്ള അധികാരം ആർക്കുണ്ട്? ആർക്കുണ്ട്? ഇവിടുത്തെ ഗവൺമെന്റിനുണ്ട്. എന്നതുപോലെ ഇതെല്ലാം ദൈവത്തിൻ്റെതാണ്. സ്തോത്രം. ഇവിടെ പറയുകയാണ് സ്വർഗവും സ്വർഗാദി സ്വർഗവും. അടുത്തത് ഭൂമി. നോക്കിയേ, വിട്ടുകളഞ്ഞില്ല. സ്വർഗവും സ്വർഗാദി സ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും. അപ്പൊ ഈ ഭൂമി മാത്രമല്ല, ഭൂമിയിലുള്ളതൊക്കെയും. എന്താ കാരണം? അവനൊന്നെടുത്ത് ഉൽപ്പത്തി പുസ്തകം എടുത്താട്ടെ പെട്ടെന്ന്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യം ഒന്ന് വായിച്ച്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആരാ സൃഷ്ടിച്ചേ? യഹോവയാകുന്ന ദൈവം. അടുത്തത് ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. അപ്പൊ പിള്ളേരൊന്ന് ശ്രദ്ധിച്ച്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആരാ സൃഷ്ടിച്ചേ? സംശയമുണ്ടോ? ഇല്ല. ഇനിയും ഈ ഭൂമിയിൽ എന്തൊക്കെ വേണമെന്ന് ആരാ തീരുമാനിച്ചേ? ദൈവമാ തീരുമാനിച്ചേ. മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല. ഈ ഭൂമിയിലുള്ളത് ഒന്നും ആരുടെ കണ്ടുപിടുത്തമല്ല, മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല. വായിച്ചാട്ടെ. ആമേൻ. അതിന്റെ 3-ാമത്തെ വാക്യം. വെളിച്ചമുണ്ടാകട്ടെ എന്ന്. അപ്പൊ ആകാശം ഭൂമി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആമേൻ ഇതിന്റെ മേളിൽ എന്തുണ്ടായിരുന്ന പറഞ്ഞേ? ഇരുൾ. ഈ ഇരുളിനെ മാറ്റാൻ വേണ്ടി ദൈവം കണ്ടുപിടിച്ച ഒന്നാണ് എന്ത്? വെളിച്ചം. അത് ആരുടെ കണ്ടുപിടുത്തം അല്ലെന്ന് ഞാൻ പറഞ്ഞേ? മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല. സ്തോത്രം. കരണ്ടൊക്കെ പിന്നെ മനുഷ്യൻ എന്ത് ചെയ്ത? പിന്നെ നാളുകൾ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത്. എന്നാൽ ഇവിടെ ദൈവം പറയുകയാണ് വെളിച്ചം. വായിച്ചാട്ടെ 3-ാമത്തെ വാക്യം. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. സ്തോത്രം. ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ എന്തുണ്ടായി? വെളിച്ചമുണ്ടായി. അടുത്തത് വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അപ്പൊ ദൈവം ഉണ്ടാക്കിയതെല്ലാം ദൈവം നല്ലതെന്ന് കണ്ടു. വെളിച്ചം ഉണ്ടാക്കി കഴിഞ്ഞപ്പം വെളിച്ചം കണ്ടപ്പോ ദൈവം പറയുകയാണ് അത് നല്ലത് എന്ന് പറഞ്ഞു. സ്തോത്രം. അടുത്തത് ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ എന്ത് ചെയ്തു? വേർപിരിച്ചു. അപ്പൊ വെളിച്ചത്തിൽ തന്നെ എന്തുണ്ടായിരുന്നു? ആ സ്തോത്രം. ഇതിനെ എന്ത് ചെയ്തു? വേർതിരിച്ചു. അടുത്തത് ദൈവം വെളിച്ചത്തിന് പകലെന്നും. നോക്കിയ, വെളിച്ചത്തിന് ദൈവം ഇട്ട പേരാണ് എന്താ? അല്ലാതെ നമ്മുടെ വലിയ അപ്പൂപ്പന്മാരൊന്നും ഇട്ട പേരല്ല. സ്തോത്രം. ഈ പകലെന്ന് പേരിട്ടത് വെളിച്ചത്തിന് പകലെന്ന് പേരിട്ടത് ആരാണ്? ദൈവമാണ്. അടുത്തത് ഇരുളിന് രാത്രി എന്നും പേരിട്ടു. ഇരുളിന് ദൈവം തന്നെ പേരിട്ടു. പിള്ളേരെന്ന് പറഞ്ഞ് എന്താ പേരിട്ട്? രാത്രി എന്ന്. അത് ആരിട്ടതാ? ദൈവം ഇട്ടതാണ്. വെളിച്ചത്തിന് എന്തിട്ടു? പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സംശയമുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ഇല്ല. സ്തോത്രം. അവർക്കൊരു സംശയമില്ല. അപ്പൊ ഇത് രണ്ടും ദൈവം പേരിട്ടു. അടുത്തത് വിശ്വസമായി ഒന്നാം ദിവസം. ഒന്നാമത്തെ ദിവസം അങ്ങനെ തീരുകയാണ്. ഇനി അടുത്ത 2-ാമത്തെ ദിവസം വായിച്ചേ. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ. വെള്ളങ്ങളുടെ മീതെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ എന്ന്. അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവവിധാനത്തിന് കീഴിലുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവവിധാനത്തിന് ഈ വിധാനത്തിന് ദൈവമിട്ട പേരാണെന്ത്? പക്ഷെ ഇന്ന് വരെ മനുഷ്യൻ മാറ്റിയിട്ടുണ്ടോ?
പല സംഭവങ്ങളും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുക, മാറ്റിക്കൊണ്ടിരിക്കുക, മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇരുളിന് ഇന്നും രാത്രി എന്ന് തന്നെ പേര്, വെളിച്ചത്തിന് ഇന്നും പകലെന്ന് തന്നെ പേര്, വിധാനത്തിന് ഇന്നും ആകാശം എന്ന് തന്നെയാ പേര്. സ്വത്രം. ഇതൊന്നും ഇന്നുവരെയും നൂറ്റാണ്ടുകൾ, ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതൊന്നും മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ സ്വത്രം ലോകത്തിലുള്ള പല ചരിത്രങ്ങളും മാറ്റാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വത്രം. ചരിത്രത്തെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതങ്ങനല്ല എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി. പക്ഷെ ദൈവം ഇട്ടതൊന്നും ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല, മാറിയിട്ടില്ല. അടുത്ത വായിച്ചാട്ടെ. സന്ധ്യാവിശ്വസമായ രണ്ടാം ദിവസം ദൈവം ആകാശത്തിന് കീഴുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ. ഇത് നോക്കി ദൈവം പറഞ്ഞു, ഈ വെള്ളമെല്ലാം ഒരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യട്ടെ, കൂടട്ടെ എന്ന് പറഞ്ഞു. അതിന് ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും. നോക്കിയേ, ദൈവം എല്ലാം ഓർഡർ ആയിട്ടാ ചെയ്യുന്നത്. ദൈവം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്താ, ഓർഡറായി. സ്തോത്രം. ഇന്നും പല വീട്ടിലെന്തില്ല, ഓർഡർ. സ്തോത്രം. ഇന്നും പലയിടത്തും പലതിനും എന്തില്ല, ഓർഡറില്ല. ഓർഡർ ഇല്ലാത്തതിന്റെ കുഴപ്പം നമുക്കറിയാം. ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. പിന്നെ നിങ്ങൾ പറയും ഞങ്ങളെ കുത്തിയാണ് പറഞ്ഞത്, ഞങ്ങളുടെ വീട്ടിലെ കാര്യമാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തിനാ വെറുതെ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, കടക്കുന്നില്ല. സ്തോത്രം. അടുത്ത വായിച്ചാട്ടെ. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും, ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്ന്, വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രം എന്ന് പേരിട്ടു. നോക്കിയ ഇതിന് ഇന്ന് വരെ മാറ്റം വന്നിട്ടുണ്ടോ? സ്തോത്രം. നോക്കിയ ഇന്നും ഈ ഭൂമിക്ക് വിളിക്കുന്ന പേരെന്താ, കരയ്ക്ക് വിളിക്കുന്ന പേര് ഭൂമി എന്ന് തന്നെ. സ്തോത്രം. പിന്നെ അടുത്തത് വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രം എന്നും പേരിട്ടു. നല്ലതെന്ന് ദൈവം കണ്ടു. നല്ലത് എന്ന് ദൈവം കണ്ടു. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ നിന്ന് പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലത് എന്ന് ദൈവം കണ്ട് സന്ധ്യായ വിശ്വസമായ മൂന്നാം ദിവസം പകലും രാവും തമ്മിൽ വേർപിരിവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. അവ അടയാളങ്ങളായും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിവാനായി ഉതകട്ടെ, ഭൂമിയെ പ്രകാശിപ്പിപ്പാൻ. നോക്കിയേ, കാലങ്ങളെ ആര് വേർതിരിച്ചു? ദിവസങ്ങളും കാലങ്ങളും സംവത്സരങ്ങളുമായി ഇതിനെ സർവശക്തനാകുന്ന ദൈവം എന്ത് ചെയ്തു? വേർതിരിച്ചു. ഇത് ഉണ്ടാക്കപ്പെട്ട നാൾ മുതൽ ഇന്നുവരെ ഒരു ദിവസത്തിന്റെ എവിടെയോ ഒരു സംതിങ് പ്രോബ്ലം ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്, യോശുവ സൂര്യൻ എന്ത് ചെയ്തു? സ്തോത്രം, നിർത്തുവാനിടയായി തീർന്നു. യോശുവ പറഞ്ഞത് ആര് കേട്ടു? ദൈവം കേട്ടു. സൂര്യൻ എന്ത് ചെയ്തു? ഒരു ദിവസം അസ്തമിക്കാത്ത ദിവസമാക്കി ദൈവം നിർത്തി. അടുത്ത കൂടി വായിച്ചേ. ഭൂമിയെ പ്രകാശിപ്പിപ്പാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. അത് അന്ന് മുതൽ ഇന്ന് വരെ അതിന്റെ ഭ്രമണപഥത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഭൂമി കറങ്ങുന്നുണ്ടെന്നാ പറയുന്നത്. എന്താ? ഭൂമി ഒരു അച്ചുതണ്ടിൽ, നമ്മുടെ പിള്ളേർക്ക് ജിയോഗ്രഫി പഠിക്കാറുണ്ട് അല്ലെ, ഭൂമിശാസ്ത്രം. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഭൂമി കറങ്ങുന്നുണ്ടോ? ആ ഭൂമി ചലിക്കുന്നുണ്ട്. ആ ഭൂമിയെ നിർത്തിയിരിക്കുന്ന എന്തിലാ?
പഠിച്ചിട്ടില്ലേ? ഒരു അച്ചുതണ്ടിലാണ് അതെന്ത് ചെയ്തോണ്ടിരിക്കുക? ചലിക്കുന്നുണ്ടെന്നാ പറയുന്നത്. അത് ഒരു റൗണ്ട് തികയണമെങ്കിൽ സംവത്സരങ്ങൾ എന്ത് ചെയ്യും? എടുക്കും. ഒരു സ്ഥലത്ത് രാത്രിയാകുമ്പോൾ മറു സൈഡിൽ എന്താ? പകൽ. ഇവിടെ പകലാകുമ്പോ അമേരിക്കയിൽ എന്താ? രാത്രി. അപ്പൊ ദൈവം അതെന്ത് ചെയ്തിട്ടിരിക്കുക? നിശ്ചയിച്ച് ക്രമീകരിച്ചു വെച്ചിരിക്കുക. അത് അന്ന് മുതൽ ഇന്ന് വരെ അങ്ങനെ തന്നെ സംഭവിക്കുകയാ. ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞു. പക്ഷെ ആ ഭൂമിയിൽ പാർക്കാനുള്ള മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് എത്ര? താൽക്കാലികമാണ്. കഴിഞ്ഞ ദിവസം ആരും എന്നോട് പറഞ്ഞു, 40 വയസ്സുള്ള ഒരു സഹോദരൻ ആമൻ എന്ത് ചെയ്തു? അറ്റാക്ക് വന്ന അപ്പം മരിച്ചു. ഒത്തിരി ആളുകൾ. ഞാൻ പറഞ്ഞത്, ആമൻ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടും ഇതിനെന്ത് ചെയ്തിട്ടില്ല? ആമൻ മാറ്റം വന്നിട്ടില്ല. പക്ഷെ ഇതിനെല്ലാം മാറ്റം വരുന്നൊരു ദിവസമുണ്ട്. അതെവിടെ പറയുന്നത് അറിയാമോ? വെളിപ്പാട് പുസ്തകത്തിലാ പറയുന്നത്. ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ആമൻ ഉണ്ടാകും. ആമൻ ഈ ഭൂമിയും ഇതുമെല്ലാം കാണുന്നതെല്ലാം കത്തി അഴിയുന്നൊരു ദിവസം വരാൻ പോവുകയാണ്. ആമേ പത്രോസ് ആമൻ ഇങ്ങനെ പറഞ്ഞു, ഇതെല്ലാം കത്തിച്ചാമ്പലാകുന്ന മൂലപദാർത്ഥങ്ങൾ കൊണ്ട് കത്തി അഴിയുന്ന ഒരു ദിവസം വരാൻ വേണ്ടി പോവുകയാണ്. ആമൻ അതെന്താണെന്നറിയാമോ? നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ നിത്യകാലം വസിക്കുവാൻ വേണ്ടി കടന്നു വരുന്നതിന് മുൻപേ ഇതെല്ലാം തീ കൊണ്ട് ശുദ്ധീകരിക്കുന്ന ഒരു ദിനമുണ്ട്. ഇതെന്തിനു വേണ്ടി കാത്തിരിക്കുക? ഇവിടെ കാണുന്ന സകല കാഴ്ചകളും സകല മഹാത്ഭുതങ്ങളായി തീർന്നുകൊണ്ടിരിക്കുന്ന എല്ലാം തീക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഉയരമുള്ള ടവർ എന്ന് പറയുന്നത് ഏതാ? ബുർജ് ഖലീഫ. എന്നാൽ ബുർജ് ഖലീഫയേക്കാൾ വലിയൊരു ടവർ പണി നടന്നുകൊണ്ടിരിക്കുക. എവിടാന്നറിയാമോ? സൗദി അറേബ്യ. അത് ചില വർഷങ്ങൾ കൂടെ കഴിയുമ്പോൾ അതിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കും. ഇങ്ങനെയാണ് തിരുവചനം പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യന്റെ വേലകളൊന്നും അസാധ്യമല്ല എന്ന ദൈവം കണ്ട് ദൈവം ഇറങ്ങി വന്നപ്പോൾ ആകാശത്തോളം എത്തുന്ന ഗോപുരം അവർ പണിതുകൊണ്ടിരിക്കുകയാ. ദൈവം അവിടെ എന്താ ചെയ്ത്? അവരുടെ ഭാഷയെ കലക്കിക്കളഞ്ഞു. സ്തോത്രം. അവരുടെ പണിയെ ദൈവം എന്ത് ചെയ്തു? തകർത്ത് കളഞ്ഞു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഓർത്തുകൊള്ളണോ? ദൈവത്തിന്റെ പദ്ധതിയെ തകർക്കുവാൻ ലോകത്തിലുള്ള ഒന്നിന് കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ ഈ വേദപുസ്തകം വിശ്വസിക്കുന്നവരായി മാറണം. വേദപുസ്തകം വിശ്വസിക്കുന്നവർക്കും ഇതിനെക്കുറിച്ചുള്ള അറിവുള്ളവർക്കും മാത്രമേ അത് വിശ്വസിക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലാത്ത ലോക മനുഷ്യൻ പറയും, ഇതെങ്ങനെ നൂറ്റാണ്ടുകൾ, സംവത്സരങ്ങൾ ഇതെങ്ങനെ പോയിക്കൊണ്ടിരിക്കും, നമ്മുടെ ഒരു തലമുറ കഴിയും, അടുത്തൊരു തലമുറ വരും, അങ്ങനെ ഇതെന്ത് ചെയ്തുകൊണ്ടിരിക്കും? റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ വേദപുസ്തകം മനസ്സിലാക്കുന്ന ഒരു ദൈവം ഇതെന്ന് മനസ്സിലാകും. സ്തോത്രം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ദൈവത്തിന്റെ കാഹളവും മുഴങ്ങി കേൾക്കുന്ന ഒരു സമയമുണ്ട്. മരിച്ചവരെന്ത് ചെയ്യുന്നറിയാമോ? അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടിരിക്കുന്ന നാം ഓരോരുത്തരും അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇതാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസം എന്ന് പറയുന്നത്. ഈ ലോകം ഭൂമിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. സ്തോത്രം. ഒരു തീക്ക് വേണ്ടി എന്തിരിക്കുക? ഒരുക്കി വെച്ചിരിക്കുകയാണ്. അടുത്തതും കൂടി ഒന്ന് വായിച്ചാട്ടെ. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചം. പകൽ വാഴേണ്ടതിന്
വലിപ്പമേറിയ വെളിച്ചം. ആ വെളിച്ചം ഏതാ? സൂര്യനാണ്. ആമേ ഭൂമിയുടെ ധാരാളം മടങ്ങ് വലിപ്പമുള്ളതാണ് ഏത്? സൂര്യൻ. ആ സൂര്യനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചം. അതേതാ? ചന്ദ്രൻ. ഈ ചന്ദ്രൻ എങ്ങനെയാ പ്രകാശിക്കുന്നത്? ഈ ചന്ദ്രന് നമ്മുടെ അയലോക്കത്തെ ചന്ദ്രന്റെ കാര്യമല്ല പറഞ്ഞത്. ആകാശത്ത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു തേങ്ങാപ്പൂള് പോലെ ആകൃതിയുള്ള ഈ ചന്ദ്രന് സ്വന്തമായിട്ട് പ്രകാശം കൊടുക്കാൻ കഴിയോ? ഇവരും ഉണ്ടായിരിക്കുക. ഇവിടെ അപ്പച്ചന്മാര് പറഞ്ഞ് കഴിയത്തില്ല. കഴിയുന്നാണോ പറഞ്ഞത്? കഴിയത്തില്ല. ബാക്കി ഞാൻ പറയാം. സൂര്യന്റെ പ്രകാശം എന്ത് ചെയ്യുന്നറിയാമോ? ചന്ദ്രൻ ആഗിരണം ചെയ്യും. ആ സൂര്യപ്രകാശം അത് പ്രാപിച്ച് അതെന്ത് ചെയ്യുകയാണ്? രാത്രിയിൽ പ്രകാശം കൊടുക്കുകയാണ്. സ്തോത്രം. നോക്കിയ ദൈവത്തിന്റെ ആ സൃഷ്ടിപ്പിലുള്ള സ്തോത്രം നോക്കിയേ, അത് ഒന്നിനോടൊന്ന് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നാം ആരാന്നറിയാമോ? നാം ദൈവത്തിൽ നിന്നുള്ള വെളിച്ചം നാം പ്രാപിച്ച് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുന്നവരാണ്? കൊടുക്കേണ്ടവരാണ്. നാം കൊടുക്കേണ്ടവരാ. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. സ്തോത്രം. നമ്മൾ ആരാണ്? ലോകത്തിന്റെ വെളിച്ചമായി തീരണം. എങ്ങനെയാണ് ലോകത്തിന്റെ വെളിച്ചമായി തീരുന്നത്? ദൈവത്തിൽ നിന്നുള്ള പ്രകാശം നമ്മൾ ആഗിരണം ചെയ്ത് ആ പ്രകാശം നമ്മൾ പ്രാപിച്ച് മറ്റുള്ളവരിലേക്ക് അതെന്തായി മാറുകയാണ്? പ്രകാശമായിട്ട് അത് ജ്വലിക്കുകയാണ് ചെയ്യുന്നത്. നോക്കിക്കേ, അപ്പൊ ചന്ദ്രൻ പ്രകാശിച്ചു കഴിയുമ്പോൾ അതിന്റെ അവസ്ഥ മാറാനിടയായിത്തീരും. നോക്കിയേ, ചന്ദ്രന്റെ നിറം മാറും. എങ്ങനെയാണ് മാറുന്നത്? സൂര്യന്റെ പ്രകാശം അത് പ്രാപിച്ചു കഴിയുമ്പോൾ ചന്ദ്രന്റെ സ്തോത്രം അവസ്ഥ മാറാനിടയായി. നമ്മുടെ അവസ്ഥ മാറണമെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് ദൈവിക പ്രകാശം നമ്മൾ പ്രാപിച്ച് അത് മറ്റുള്ളവർക്ക് നമ്മൾ വിതരണം ചെയ്യേണ്ടതാണ്. സ്തോത്രം. നോക്കി അടുത്തെന്താ പറയുന്നത്? വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി, നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി, ഭൂമിയെ പ്രകാശിപ്പിപ്പാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർതിരിപ്പാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. നോക്കിയേ, നമുക്കറിയാം, നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു കല്ലെടുത്ത് മുകളിലോട്ട് എറിഞ്ഞാൽ എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുന്ന? കല്ല് മേലോട്ട് പോകും? ഇല്ല. അതിനെന്ത് സംഭവിക്കും? നമ്മൾ എറിയുന്ന കല്ല് കുറച്ച് കഴിയുമ്പോ അതേ സ്പീഡിൽ എന്ത് ചെയ്യും? താഴോട്ട്. എന്താ കാരണം? പറഞ്ഞാല് ഭൂമിക്ക് എന്തുണ്ട്? എന്ത് മേളിലോട്ട് എറിഞ്ഞാലും അതിനെ താഴേക്ക് പിടിച്ചു വലിക്കാനുള്ള ഒരു ഗുരുത്വാകർഷണ ബലം എന്തിനുണ്ട്? ഭൂമിക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് മേളിലോട്ട് എറിഞ്ഞാലും എന്ത് ചെയ്യുന്നത്? താഴോട്ട് വരും. അതാരെ കണ്ടുപിടിച്ച്? ഗുരുത്വാകർഷണ ബലം ആരെ കണ്ടുപിടിച്ച്? ഐസക് ന്യൂട്ടൻ. ഒരു ദിവസം ഒരു മരത്തിൽ നിന്ന്, ആപ്പിള് മരത്തിൽ നിന്ന് എന്ത് ചെയ്തു? ഇല്ലേ, ഞാൻ പണ്ട് പഠിച്ച ഓർമ്മയെന്ന് പറയും. ആപ്പിള് താഴോട്ട് വീഴുന്ന കണ്ടപ്പോ പുള്ളിക്കൊരു സംശയം, ഇത് മേളിലോട്ട് പോയാൽ എന്താ കുഴപ്പം? അപ്പൊ അതിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലാകുന്ന ഭൂമിക്ക് എന്തുണ്ടെന്ന്. സ്തോത്രം. അപ്പൊ എന്ത് മേളിലോട്ട് എറിഞ്ഞാലും അതെന്ത് ചെയ്യും? താഴോട്ട് വരും. പക്ഷേ എന്നെ ചിന്തിപ്പിച്ചാവുന്നുമല്ല, ഇത്ര ഗുരുത്വാകർഷണ ബലമുള്ള ഈ ഭൂമിക്ക് ദൈവം നക്ഷത്രത്തെയും ചന്ദ്രനെയും സൂര്യനെയും ആകാശവിധാനത്ത് ദൈവം എന്ത് ചെയ്തു? സെറ്റ് ചെയ്തു. ദൈവം എന്ത് ചെയ്തു? സെറ്റ് ചെയ്തു. പക്ഷെ ഇന്ന് വരെ അത് താഴോട്ട് വീണോ?
ഭൂമിക്ക് ഗുരുത്വാകർഷണം ഇല്ലാഞ്ഞിട്ടാണ്. സ്തോത്രം. ആമേൻ. ഭൂമിയുടെ ആമേൻ എത്രയോ മടങ്ങ് വലിപ്പമുണ്ട് നക്ഷത്രം. ഞാൻ ഈ ഭാഗം പറയാൻ വന്നതല്ല, അല്ലെങ്കിൽ കണക്കൊക്കെയായിട്ട് വന്നേ. സ്തോത്രം. ഭൂമിയുടെ ഏകദേശം 8 ഇരട്ടി വലിപ്പം കൂടുതലാണ് ഒരു നക്ഷത്രത്തിന്. ചോദിച്ച ശരിയാണ്. ഭൂമിയുടെ എത്ര ഇരട്ടിയാ? 8 ഇരട്ടി വലിപ്പം ഒരു നക്ഷത്രത്തിനുണ്ട്. ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ആകാശവിധാനത്തിൽ മിന്നിവിളങ്ങി നിൽക്കുന്നത് ഞാനും നിങ്ങളും കാണുന്നവരാ. ആമൻ ഈ പ്രകാശം മുഴുവനും തരുന്ന സൂര്യൻ എന്ന് പറയുന്ന ഗോളം ആമൻ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാ. അതും ആകാശവിധാനത്താണ്. ആമൻ ഈ ചന്ദ്രൻ എന്ന് പറയുന്ന മനോഹരമാകുന്ന ആമൻ രാത്രിയിൽ നമുക്ക് നിലാവ് തരുന്ന ആ ചന്ദ്രന്റെയും ദൈവം എന്ത് ചെയ്തിരിക്കുക? ആകാശത്തെ വിധാനത്തിൽ എന്ത് ചെയ്തിരിക്കുക? നിർത്തിയിരിക്കുന്നു എന്നാ പറയുന്നത്. നോക്കി, അത് താഴോട്ട് വീണാ തീർന്നു. താഴോട്ട് വീണാ പിന്നെ നമ്മളൊന്നും പറയാനാ നമ്മളില്ല. സ്തോത്രം. പക്ഷേ തമ്പുരാന്റെ കരത്തിന്റെ വല്ലഭത്വം ഇതാ ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കണ്ടേ. ഈ ദൈവത്തെയാണ് നമ്മൾ ഈ കൊച്ചു ബുദ്ധി മനുഷ്യൻ ഇങ്ങനെയാണ് സയൻസ് പറയുന്നത്. ഒരു മനുഷ്യന്റെ കൈ ചുരുട്ടിയാൽ ആ കൈമുഷ്ടിയുടെ വലിപ്പമേ അവന്റെ ഹൃദയത്തിനുള്ളൂ എന്ന് പറയുന്നതുകൊണ്ട് നമ്മുടെ തലച്ചോറ് കേവലം ചില ഗ്രാമുകൾ മാത്രം ഭാരമുള്ള ഈ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത് ഇന്ന് 21ാം നൂറ്റാണ്ടിൽ കമ്പ്യൂട്ടർ യുഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടർ യുഗമായി എന്ത് ചെയ്തു? മാറിക്കഴിഞ്ഞു. അതുകൊണ്ടല്ലേ നമ്മുടെ കയ്യിലിരിക്കുന്ന കൊച്ചു മൊബൈല് ആ വ്യക്തി ലോകത്തിന്റെ അങ്ങിരുന്നാലും അവന്റെ 14 അക്കമോ 12 അക്കമോ 10 അക്കമോ ഉള്ള നമ്പർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവനെ കണക്ട് ചെയ്യും. ശാസ്ത്രലോകം വളർന്നതിന്റെ തെളിവാണത് അല്ലേ? സ്തോത്രം. ചില മണിക്കൂറുകൾ കൊണ്ട് ആയിരക്കണക്കിന് അല്ലെങ്കിൽ 100കണക്കിന് കിലോമീറ്ററുകൾ പിന്നിടുവാൻ സ്പീഡുള്ള ആകാശമണ്ഡലത്തിൽ കൂടെ പറക്കുന്ന വിമാനങ്ങൾ ഈ ഭൂമിയിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ സുഖമാണ് ആകാശത്തിലൂടെ യാത്ര ചെയ്യുന്നത്. അങ്ങനെ പറയുന്നത്. ഭൂമിയിലൂടെ റോട്ടിൽ കൂടെ നമ്മുടെ ഇവിടുത്തെ സംസ്ഥാന ഹൈവേ, നമ്മുടെ ഇവിടുത്തെ ദേശീയ നാഷണൽ ഹൈവേ, ഇതിനെ കൂടെ ഒക്കെ പോയാൽ പെട്ടെന്ന് അപകടങ്ങൾ നമ്മളൊക്കെ വായിക്കുന്നവരാ, കേൾക്കുന്നവരാ. പക്ഷെ ആകാശത്തിൽ അങ്ങനെ അപകടം സാധാരണ ഉണ്ടാകാറുണ്ട് എപ്പോഴെങ്കിലും. പക്ഷേ ആകാശത്തിലൂടെ പറന്നു പോകുന്ന വിമാനങ്ങളുടെ എണ്ണം 10, 20, 100, 1000 ഒന്നുമല്ല. ആയിരക്കണക്കിന് വിമാനങ്ങൾ ആകാശവിധാനത്തിലൂടെ ഒരേ സമയം എന്ത് ചെയ്യുക? പറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ മൊബൈലിൽ, നിങ്ങൾക്കറിയാമല്ലോ എന്നേക്കാൾ വിദഗ്ധന്മാരാണ്. നിങ്ങൾ ആ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അതിന്റെ ഒരു ആപ്പുണ്ട്, ഫ്ലൈറ്റ് യാത്ര. അത് പക്ഷേ സാധാരണ ആപ്പുകൾ എടുക്കുന്ന പോലെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് ഭയങ്കര സെക്യൂരിറ്റിയാണ്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആകാശത്തിലൂടെ പറക്കുന്ന ആയിരക്കണക്കിന് വിമാനങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി കഴിയും. തമ്പുരാന്റെ കണ്ടുപിടുത്തം ചില്ലറയാണോ? ഇങ്ങനെയുള്ള ദൈവത്തെ നിന്റെ ഈ കൊച്ചു ബുദ്ധിയിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചാൽ അത് സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് ഈ ദൈവത്തെ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയത്? അതിനാണ് ബൈബിൾ ഭാഷയിൽ പറയുന്നത് കൃപയാൽ. ഇത് ദൈവത്തിന്റെ ദാനമാണ്, ഇത് ദൈവത്തിന്റെ കൃപയാണ്. എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ്? കൃപയാൽ. നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് പറ്റില്ല. സ്തോത്രം. അതുകൊണ്ടല്ലേ നമ്മൾ പറയും, എങ്ങനെ ഇതിനകത്ത്, ചിലര് നിരാശയോടെ പറയാറുണ്ട്, എങ്ങനെ ഇതിനകത്ത് വന്ന് പെട്ടിട്ടിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ സന്തോഷത്തോടെ പറയും, കർത്താവേ കൃപയാൽ എനിക്ക് ഇതിനകത്ത് വരാൻ കഴിഞ്ഞതിന് ഹൃദയംഗമായ ദൈവത്തിന് നന്ദി പറയുന്ന ഒത്തിരി ദൈവമക്കളെ നമുക്കറിയാം. സ്വത്രം. ഞാൻ ചോദിക്കട്ടെ, ഏത് കൂട്ടത്തിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത്? പെട്ട കൂട്ടത്തിലാണോ
അതോ സന്തോഷത്തോടെ ആമൻ ഈ ദൈവത്തിന്റെ മഹാത്മ്യത്തെ തിരിച്ചറിയുവാൻ, ഈ ദൈവത്തിന്റെ വലുപ്പത്തെ മനസ്സിലാക്കുവാൻ എനിക്ക് കൃപ തന്ന ദൈവത്തിന് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പൊ നോക്കിയേ, ഞാൻ പറഞ്ഞു വന്നത് ആകാശവിധാനത്തിൽ സൂര്യൻ, നക്ഷത്രങ്ങൾ, ചന്ദ്രൻ, ഇങ്ങനെയുള്ള ധാരാളം ഗ്രഹങ്ങൾ ദൈവം എന്ത് ചെയ്തിരിക്കുക? ഒരു ഭ്രമണപഥത്തിൽ ദൈവം അതിനെന്ത് ചെയ്തിരിക്കുക? സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി നോക്കി അടുത്ത വാക്യം, വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ. നോക്കിയേ, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപെയാണ് ഇതെല്ലാം ദൈവം ഉണ്ടാക്കുന്നത്. ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജ്ഞാനം സർവജ്ഞാനമാണ്. കാരണം മനുഷ്യനെ ദൈവം ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്നതിന് മുന്നേ ദൈവം എന്ത് ചെയ്തു? ഈ മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം ദൈവം ഈ ഭൂമിയിൽ ക്രമീകരിച്ചു. നോക്കിയേ, വായിച്ച ഈ വാക്യം, വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ, ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ പറവജാതി പറക്കട്ടെ എന്ന് ദൈവം പറഞ്ഞു. സ്തോത്രം. ദൈവം കൽപ്പിക്കുക, ഈ വെള്ളത്തിൽ എന്തുണ്ടാകട്ടെ? ജലജന്തുക്കൾ. നമുക്കറിയുന്നതും അറിയാത്തതുമായ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജലജന്തുക്കൾ എവിടെ ഉണ്ട്? നമുക്കറിയാവുന്ന എന്തൊക്കെയാ? അയില, മത്തി, ചൂര, പിന്നെ സ്രാവ്, തെരണ്ടിയിലെ നമ്മുടെ നാട്ടിൽ കൂടെ വരുന്ന അല്ലെങ്കിൽ വലിയ വലിയ അക്വേറിയത്തിലൊക്കെ കണ്ടിട്ടുള്ള സംഭവം മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊന്നുമല്ല. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജലജന്തുക്കൾ എവിടെയുണ്ട്? സമുദ്രത്തിന്റെ അടിയിലുണ്ട്. ഇതെന്തിനാ ദൈവം സൃഷ്ടിച്ച? അതുകൊണ്ടല്ലേ നമ്മൾ വലിയ വഴക്കൊന്നുമില്ലാതെ എല്ലാ ദിവസവും ഒരു കഷ്ണം മീനുണ്ടെങ്കിൽ കാര്യം ഉഷാലായി. സ്തോത്രം. നമ്മുടെ സ്തോത്രം വഴിയിലൂടെ ഓണടിച്ചു വരുന്ന ഗുഡുസുണ്ട്, MIT-കാരൻ മൂസ MIT-കാരനുണ്ട്, സൈക്കിളിൽ വരുന്ന ആൾക്കാരുണ്ട്, ഒത്തിരി ആളുകളുണ്ട്. നമ്മളെന്ത് ചെയ്യുക? ചെന്ന് 1 കിലോ, 1/2 കിലോ, 2 കിലോ ഒക്കെ വാങ്ങിക്കൊണ്ടിരുന്നത്. ഇത് ഒരു ദിവസം മതിയോ? നമ്മൾ ജനിച്ച അന്ന് 1979, എന്റെ പ്രായമൊന്നും നിങ്ങൾ കൂട്ടണ്ട, ഞാൻ പറയാം, 1979 ജനിച്ച അന്ന് അത് മുതൽ നമുക്ക് തിരിച്ചറിവ് പ്രാപിച്ച അന്ന് മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന മീൻകാരന്മാരെന്ത് ചെയ്യുന്നു? നമ്മൾ തിന്നുകൊണ്ടിരിക്കും. പക്ഷെ തീർന്നു പോയോ? സ്തോത്രം. ഇപ്പൊ മത്തിക്കൊക്കെ വില പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സീസൺ ആയിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത്, സർവശക്തനാകുന്ന ദൈവം മനുഷ്യന് വേണ്ടി ഇതെല്ലാം കരുതി വെച്ചു. സ്തോത്രം. നമ്മളൊക്കെ കൂട്ടുന്ന മീനൊന്നും മീനല്ല. സ്തോത്രം. നമ്മുടെ ഇവിടുത്തെ മാന്തളിന് വലിയ വിലയൊന്നുമില്ല. പക്ഷെ ചോറും മീനും കിട്ടുന്ന കടയിൽ ചെന്നാൽ നിങ്ങൾ ഇവിടെ വാങ്ങി കഴിക്കുന്ന 1 കിലോ ഒക്കെ ആയിരക്കണക്കിന് രൂപ, ഒരെണ്ണത്തിന് കൊടുക്കണം 400, അല്ലേ? സ്തോത്രം. അങ്ങനാണെങ്കിൽ ആയിരക്കണക്കിന് രൂപ വില വരുന്ന ഒരു മീനല്ല, 1 കിലോയ്ക്ക്. സ്തോത്രം. 1 കിലോയ്ക്ക് ആയിരക്കണക്കിന് രൂപ വിലയുള്ള മീനുണ്ട്. അങ്ങനാണെങ്കിൽ ദൈവത്തിന്റെ കണ്ടുപിടുത്തം നോക്കിയേ. ഈ ജലത്തിൽ ജലജന്തുക്കളെ ദൈവം എന്ത് ചെയ്യുന്നു? കൂട്ടമായിട്ട്. ഇതൊന്നും രണ്ടും ഒന്നും ഉണ്ടായ പറ്റത്തില്ല. കൂട്ടമായിട്ട് ജനിക്കട്ടെ എന്ന് ദൈവം എന്ത് ചെയ്തു? കൽപ്പിച്ചു. അടുത്തത്, ഭൂമിയുടെ മീതെ ആകാശവിധാനം. നോക്കി, ആകാശവിധാനത്തിൽ പറവജാതി പറക്കുന്നതിനെ ദൈവം എന്ത് ചെയ്തു? കൽപ്പിച്ചാക്കി. ആകാശവിധാനത്തിലൂടെ പറക്കും. നമുക്ക് കാക്കയെ അറിയാം, മൈനെ അറിയാം, തത്തയെ അറിയാം, പിന്നല്ലേ സ്വതന്ത്രനെ അറിയാം. സ്വതന്ത്രം. പക്ഷേ ആയിരക്കണക്കിന് പറവജാതികളുണ്ട്. ആയിരക്കണക്കിന് പറവജാതികൾ. സ്വതന്ത്രം. അത് തിന്നാൻ പറ്റുന്നതുണ്ട്, തിന്നാൻ പറ്റാത്തതുണ്ട്. എല്ലാ ടൈപ്പും ആകാശത്തിൽ എന്ത് ചെയ്യാം? പറക്കുന്ന ഇനങ്ങളുണ്ട്. സ്വതന്ത്രം.
അടുത്ത വായിച്ചാട്ടെ. ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ചു ചരിക്കുന്ന അതത് തരം ജീവജന്തുക്കളെയും അതത് തരം പർവ്വജാതികളെയും സൃഷ്ടിച്ചു. നല്ലതെന്ന് ദൈവം കണ്ടു. അതിനകത്തൊന്ന് തിമിംഗലം. ഞാൻ സാധാരണ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു തിമിംഗലത്തിന്റെ വലിപ്പം ഒരാനയുടെ 8 ഇരട്ടി വലിപ്പമുണ്ട്. ഒരാനയുടെ 8 ഇരട്ടി വലിപ്പമുണ്ടെന്നാണ് ഒരു ദിവസം മനോരമ പഠിപ്പുരയിൽ വന്ന ഒരു വാർത്ത ഞാൻ വായിച്ചത്. ആമൻ, അങ്ങനെയുള്ള ആയിരക്കണക്കിന് 10,000-കണക്കിന് തിമിംഗലങ്ങൾ എവിടെയുണ്ട്? ഈ സമുദ്രത്തിന്റെ അടിത്തട്ടിലുണ്ട്. ആമൻ, എന്നാൽ നമുക്ക് ഇതിനൊക്കെ ജീവിക്കണമെങ്കിൽ ഇതിനെന്ത് വേണം? സ്തോത്രം. ആമൻ, ഒരു തിമിംഗലത്തിന് ഒരു ദിവസം വയറ് നിറയണമെങ്കിൽ 10 കണക്കിന് ആഹാരം വേണം. എത്ര വേണം? നമ്മുടെ ഒരു ചാക്ക് അരിയൊന്നും പോരെ ഒരു നേരത്തെ. നമുക്ക് ഒരു ചാക്കുണ്ടെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 3 മാസം എന്താ സുഭക്ഷിതം. പക്ഷെ ഒരു നേരം ഒരു തിമിംഗലം ഭക്ഷണം കഴിക്കണമെങ്കിൽ 10 കണക്കിന് ആഹാരം വേണം. അങ്ങനെയാണെങ്കിൽ സർവശക്തനാകുന്ന ദൈവം ആമൻ അതിന് വേണ്ടുന്നതെല്ലാം അതതിന്റെ സമയത്ത് എത്തിച്ചു കൊടുക്കുക. അത് സങ്കീർത്തനത്തിൽ മറ്റൊരു ഭാഗത്ത് നമ്മളത് വായിക്കുന്നുണ്ട്. സ്തോത്രം അല്ലേ? ആമൻ. വായിച്ചേ അടുത്തത്. തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ചു ചരിക്കുന്ന അതത് തരം ജീവജന്തുക്കളെയും അതത് തരം പർവ്വജാതികളെയും സൃഷ്ടിച്ചു. നല്ലതെന്ന് ദൈവം കണ്ടു. നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവി പർവ്വജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം അവയെ അനുഗ്രഹിച്ചു. സന്ധ്യയായി ഉഷസായി 5-ാം ദിവസം. സ്തോത്രം. ഇതെല്ലാം പെരുകട്ടെ എന്ന്, വർദ്ധിക്കട്ടെ എന്ന് ദൈവം എന്ത് ചെയ്തു? കൽപ്പിച്ചു. അങ്ങനെ 5 ദിവസമായി. ഇനിയും 24 അതത് തരം കന്നുകാലികൾ, ഇഴജാതി, കാട്ടുമൃഗം, ഇങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്ന് കൽപ്പിച്ചു. നോക്കിയേ, ഒന്ന് ശ്രദ്ധിച്ചേ. ആമൻ, നമുക്കറിയാവുന്ന ഭാഗം, നിങ്ങൾക്ക് അറിയാത്ത ഭാഗമൊന്നല്ല. വേദപുസ്തകത്തിൽ 1-ാമത്തെ അധ്യായമല്ലേ, എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്തോത്രം. പക്ഷെ നോക്കിയ ദൈവത്തിന്റെ സൃഷ്ടിയുടെ മണിമകുടമാകുന്ന ഈ ഭൂമിയിൽ ആമി വസിക്കുന്ന ജനത്തിന് വേണ്ടി അതത് തരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം, ഇങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം ഈ കൽപ്പിച്ച ഈ സാധനങ്ങളെ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ടിക്കറ്റ് എടുത്തു പോകണം, അല്ലേ? സ്തോത്രം. ഈ ചത്തതിനെ കാണാൻ പൈസ ഒന്നും കൊടുക്കണ്ട. അതെന്താ വെച്ചാൽ മീൻകാരൻ മീൻകാട്ടിൽ എന്ത് ചെയ്യും? കൊണ്ടുവരും. അല്ലെങ്കിൽ ഇറച്ചിക്കടയിൽ എന്ത് ചെയ്താൽ മതി? തൂക്കിയിട്ടേക്കുന്ന. അതിനൊന്നും ജീവനുണ്ട്. പക്ഷെ ജീവനുള്ളതിനെ കാണണമെങ്കിൽ എവിടെ ചെല്ലണം നമ്മള്? കാഴ്ച ബംഗ്ലാവിൽ ചെല്ലണം. പണ്ട് കാഴ്ച ബംഗ്ലാവിൽ പോയൊരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്. സ്തോത്രം. ആമൻ. അല്ലെങ്കിൽ മൈസൂർ, ബന്ദിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ പറമ്പിക്കുളത്തോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ നമുക്ക് ഇങ്ങനെയുള്ളതിനെ കാണാൻ പറ്റും. അതിച്ചിരി റിസ്ക്കാണ്. സ്തോത്രം. എന്നാൽ ഇവിടെ തൃശ്ശൂര് സൂ ഉണ്ട്, തിരുവനന്തപുരത്തുണ്ട്. പലയിടങ്ങളിലും ഇതിനെയൊക്കെ കൂട്ടിലിട്ട് മെരുക്കി വളർത്തുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ പോയി കാണണമെങ്കിൽ നമ്മൾ എന്ത് എടുക്കണം? ടിക്കറ്റ് എടുക്കണം. ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചുണ്ടാക്കിയ ആ മൃഗത്തെ ഒന്ന് കാണാൻ പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന്? ടിക്കറ്റ് എടുക്കും. ഇനി അടുത്ത ഒരാഴ്ച പിള്ളേർക്കൊക്കെ അവധിയാണ്. ഒടികെ നിങ്ങൾ അടുത്ത ആഴ്ച വീട്ടിലെ പപ്പന്മാരോട് പറയണോ തൃശ്ശൂരൊന്ന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ പിന്നെ സ്വത്രം ആമൻ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ടൂർ എന്ത് ചെയ്യണം? കൊണ്ടുപോകാൻ പറയണം. സ്വത്രം. എന്നിട്ട് ദൈവം കൽപ്പിച്ചുണ്ടാക്കിയ ഇതിനെയൊക്കെ ഒന്ന് കാണണ്ടേ? കടുവ, സിംഹം, പുള്ളിപ്പുലി, പിന്നെ കാണ്ടാമൃഗം, എന്തെല്ലാം സാധനങ്ങളുണ്ട്. കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ട്? ഇല്ല, ആശയൊന്നും കാട്ടുപോത്തിനെ കണ്ടിട്ടില്ല. സ്തോത്രം. കാണ്ടാമൃഗത്തെ കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്.
സ്വതന്ത്രം. ഇവരൊന്നും ചിലതിനെയൊക്കെ മാത്രം എന്ത് കടുവ കണ്ടിട്ടുണ്ട്. സ്വതന്ത്രം. അപ്പൊ കാണാത്ത എണ്ണത്തിനെയൊക്കെ കാണണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് പോകണം. ടീച്ചർ കഴിഞ്ഞൊരാഴ്ച പിള്ളേരോടൊപ്പം പോയ കഥ രാവിലെ വന്നപ്പോ എന്നോട് പറഞ്ഞു. കാടിന്റെ ഉള്ളിൽ കൂടെ ഭയന്നാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത്. ഇതൊക്കെ കൈ കിട്ടിയാൽ എന്ത് ചെയ്യത്തില്ല, വിടത്തില്ല, പിടിച്ചോണ്ട് എന്ത് ചെയ്യും, പോകും. പക്ഷെ തിരുവചനം ഇങ്ങനെ പറഞ്ഞു, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, എങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. കാട്ടിലെ രാജാവാണ് ആര്? സിംഹം. അവന്റെ കയ്യിൽ ഒന്നിന് ആനയെ പോലും അടിച്ചു വീഴ്ത്താനുള്ള പവർ അവന്റെ കൈക്കുണ്ട്. സ്വത്രം. ഏത് ചേറ്റിൽ പൂണ്ട് കിടക്കുന്ന ആമ മൃഗത്തെയും കടിച്ചു പിടിച്ചു കൊണ്ടുവന്ന് ആമ മരത്തിന്റെ മുകളിൽ വേണമെങ്കിൽ മരത്തിന്റെ മുകളിൽ കൊണ്ടുവച്ച് എന്ത് ചെയ്യും, ഭക്ഷിക്കും. അത്രയ്ക്ക് ബലമുണ്ടാവും. പക്ഷെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കുന്ന സമയം വരും, പക്ഷെ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആ ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കോ, യഹോവയെ അന്വേഷിക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി ദൈവം കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കരുതുന്നവൻ ഞാനല്ലയോ. ചേർന്ന് പാടിക്കാട്ടെ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്ന ഓ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല. അവൻ നമുക്ക് വേണ്ടി കരുതുന്നത് ദൈവം. ഈ ഭൂമിയിൽ എന്തൊക്കെ വേണമോ, ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ വേണമോ, അത് എല്ലാം കരുതിയ ദൈവത്തിന്, ആ ദൈവത്തിന്റെ മക്കളായി ജീവിക്കുന്ന ഒരു ദൈവം ഇന്ന് വേണ്ടതെല്ലാം ദൈവം കരുതും. സ്തോത്രം. ആമ ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ആമൻ ഈ ഭൂമിയിൽ നിന്ന് ആമനിന്റെ കണ്ണടച്ച് ആമൻ 6 അടി മണ്ണിൽ നീ ഒടുങ്ങി തീരുന്ന സമയം വരെ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമൻ. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. ആമൻ. സ്തോത്രം. അബ്രഹാം കൊടുത്തുവിട്ടതെല്ലാം തീർന്നു. അബ്രഹാം കൊടുത്തുവിട്ടതെല്ലാം ആമൻ. ആ തുരുത്തിയിലെ വെള്ളവും പൊതിഞ്ഞു കെട്ടിക്കൊടുത്ത അപ്പവും തീർന്നു. മരുഭൂമിയുടെ ഏകാന്തതയിൽ ഒറ്റയ്ക്ക് കരയുന്ന ഒരു മകനും ഒരു അമ്മയുമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പക്ഷെ ബേർശേബായുടെ മരുഭൂമിയിൽ ആമൻ അബ്രഹാം കൊടുത്തുവിട്ടത് തീർന്നെങ്കിലും സർവശക്തനാകുന്ന ദൈവത്തിന് അവരെ കൈവെടിയാൻ കഴിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവത്തിലെ നിന്നെ കൈവിടുന്ന ഒരു ദൈവമല്ല. നിന്റെ ഏത് പ്രതിസന്ധികളിലും നിന്റെ ഏത് സങ്കടാവസ്ഥയിലും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. നടത്തിയ വഴികളോർത്ത നന്ദിയേകിടാതിരുന്നിടുമോ, നാഥൻ നടത്തിയ നന്ദിയേകിടാതിരുന്നിടുമോ. കൂട്ടുകാരിൽ പരമായെന്നെ ആനന്ദ തൈലം പകർന്നു. കൂട്ടുകാരിൽ പരമായെന്നെ ആനന്ദ തൈലം പകർന്നു. ശത്രു മധ്യയെ തലയുയർത്തി, ശത്രു മധ്യയെ തലയുയർത്തി നാഥൻ നടത്തുന്ന നന്ദിയേകിടാതിരുന്നിടുമോ, നാഥൻ നടത്തിയ നന്ദിയേകിട.
അപ്പൊ ദൈവം നമ്മെ ഓരോ ദിവസവും നടത്തുന്ന വഴികൾ അവൻ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ കഴിയട്ടെ. സ്തോത്രം. ആമൻ. ഒരു ഭാഗം കൂടി വായിച്ച് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ആമൻ. അടുത്ത് എന്താ വായിക്കുന്നത്? ആമെ തിമംഗലങ്ങളെയും ആമെ കന്നുകാലികളെയും കാട്ടുമൃഗങ്ങളെയും ജീവജന്തുക്കളെയും ഭൂമിയിൽ ഉണ്ടാകട്ടെ എന്ന് ദൈവം എന്ത് ചെയ്തു? കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. 25 ഇങ്ങനെ ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും അതത് തരം ഭൂചര ജന്തുക്കളെയും ഉണ്ടാക്കി. നല്ലത് എന്ന് ദൈവം കണ്ടു. അനന്തരം ദൈവം നമ്മുടെ സ്വരൂപത്തിൽ നോക്കിയേ ദൈവമക്കളൊന്ന് ശ്രദ്ധിച്ച്. ആമ സകലത്തെയും ദൈവം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആമൻ അടുത്തതായിട്ട് ദൈവം പറയുന്ന ഒരു കാര്യമാണ് ഈ ഭാഗം. വായിച്ചാട്ടെ. അനന്തരം ദൈവം നമ്മുടെ സ്വരൂപത്തിൽ. നാം ആരായി? നാം സ്തോത്രം. യഹോവയാകുന്ന ദൈവം പറയുകയാണ്, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. സ്തോത്രം. ഈ ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആമൻ അതെല്ലാം അനുഭവിക്കുവാൻ ആമൻ ആരും കൂടെ വേണം. ഇത് ആരുടെ ഹൃദയത്തിൽ ഉണ്ടായതാ? സ്തോത്രം. നമ്മൾ ആരുടെ ഹൃദയത്തിൽ ഉരുവായതാ? ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ആമൻ ഉണ്ടായി വന്നതാണ്. ഈ ഭൂമിയിൽ ആര് വേണമെന്നുള്ളത്? മനുഷ്യൻ വേണമെന്നുള്ളത്. സ്തോത്രം. അടുത്തത് വായിച്ചോ. ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. സ്തോത്രം. ദൈവം മനുഷ്യനെ എന്തിനു വേണ്ടി ഉണ്ടാക്കി? വളരെ ശ്രദ്ധിച്ച് ഉത്തരം പറയണം, അല്ലെ തെറ്റും. ദൈവം മനുഷ്യനെ എന്തിനു വേണ്ടി ഉണ്ടാക്കിയേ? ഉത്തരം തെറ്റല്ലേ? ഉത്തരം തെറ്റല്ലേ? പറഞ്ഞാട്ടെ. ഭൂമിയിൽ വാഴുവാൻ വേണ്ടി. എന്തിന്മേലെ? ദൈവം ഉണ്ടാക്കിയ, വളരെ ശ്രദ്ധിക്കണം നിങ്ങള്, ദൈവം ഈ ഭൂമിയിൽ ഉണ്ടാക്കിയ സകലത്തിന്മേലും വാഴുവാൻ വേണ്ടിയാണ് ദൈവം ആരെ സൃഷ്ടിച്ചത്? നമ്മൾ പറയും ആരാധിക്കാനാണ്, സ്തുതിക്കാനാണ്. ആമൻ. അതൊന്നും തെറ്റല്ല. ആമൻ. ദൈവത്തിന്റെ ഹൃദയത്തിൽ ആമൻ ഉണ്ടായ ഒന്ന് ഈ ഭൂമിയിലുള്ള സകലത്തിന്മേലും അധികാരത്തോടുകൂടെ വാഴാൻ വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്ത് മനുഷ്യന് സകല അധികാരം കൊടുത്ത് സൃഷ്ടിച്ചത്. സിംഹത്തിന്റെ അടുക്ക പോയിരുന്ന് എന്ത് ചെയ്യാം? സിംഹത്തിന് ഉമ്മ കൊടുക്കാം, സിംഹത്തെ കെട്ടിപ്പിടിക്കാം. പക്ഷെ ഇപ്പൊ ചെല്ലാൻ പറ്റുമോ? നമ്മുടെ ശബ്ദം, നമ്മുടെ മണം അത് തിരിച്ചറിഞ്ഞാൽ കാട്ടിൽ നിന്ന് ഇറങ്ങി വരും. സ്തോത്രം. ആമേ. കടുവ, ആന, മെരുങ്ങാത്തത് ഒന്നിന്റെ അടുക്കൽ മനുഷ്യന് പോകാൻ പറ്റില്ല. എന്താ കാരണം? ആമ ശത്രുവായി മാറി. എവിടെ ഇത് ആരംഭിച്ചതെന്നറിയാം? ഏദൻ തോട്ടത്തിൽ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് അവൻ പാപം ചെയ്ത മനുഷ്യൻ എപ്പോഴാണ് ദൈവത്തിൽ നിന്ന് അവൻ അകന്നു പോയത്? അവിടെ മുതലാണ് ശത്രുത ആരംഭിച്ചത്. പക്ഷെ ഇതെല്ലാം മാറുന്നൊരു ദിവസം വരാൻ പോവുകയാണ്. അത് പ്രവചന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആമേ. സ്തോത്രം. സിംഹത്തോടുകൂടെ ആമെ കളിക്കുന്ന കുഞ്ഞാടുകൾ കളിക്കുന്ന ഒരു കാലം വരാൻ പോകുന്നു. ആമെ കരടികളോടുകൂടെ ആമൻ നടക്കുന്ന ഒരു കാലം വരാൻ പോകുന്നു. അത് ഈ കാലമല്ല, വരുവാൻ പോകുന്ന ഒരു കാലമുണ്ട്. ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യാൻ ആമ ദൈവമക്കൾ കർത്താവിനും മഹത്വം കൊടുക്കാൻ. മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയതിന്റെ പരമപ്രധാനമായ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിർത്താൻ പോകും. പരമപ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് ആമ സകല ചരാചരത്തെയും എങ്ങനെ അറിയാം? അടക്കി വാഴാനുള്ള അധികാരം. എങ്ങനെ അടക്കി വാഴാൻ? നീ ആനയോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞാ പോവും, സിംഹത്തോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാ വരും. അവന്റെ കൂടെ നിനക്ക് കിടക്കാം, അവന്റെ കൂടെ നിനക്ക് നടക്കാം. പക്ഷെ ഇതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അതെല്ലാം എന്ത് ചെയ്തു? ചില്ലുകൊട്ടാളം തകരുന്നത് പോലെ
പിള്ളേര് മണ്ണിൽ വീട് വെച്ച് കളിക്കുന്നത് പോലെ ആമൻ അതെല്ലാം തകർത്തെറിഞ്ഞു. സ്തോത്രം. അവിടെ മുതലാണ് ദൈവവും മനുഷ്യനുമായിട്ട് അകന്നത്. ആമൻ ഈ ദൈവവും മനുഷ്യനും, ഞാൻ കേറി പറയുക, സമയം പോയല്ലോ. ഇങ്ങനെ ദൈവവും മനുഷ്യനുമായി ആമൻ അകന്നുപോയ ആമൻ വളരെ പ്രതീക്ഷയോടും വളരെ പർപ്പസോടും വളരെ ഉദ്ദേശത്തോടും വളരെ സ്വപ്നത്തോടും കൂടിയാണ് ദൈവം മനുഷ്യനെ എന്ത് ചെയ്ത്. ശരി, നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ, ദൈവം നമുക്ക് ദാനമായി തന്ന മക്കളെ മാതാപിതാക്കൾ ഒരുപാട് സ്വപ്നത്തോടു കൂടിയാണ് വളർത്തുന്നത്, അല്ലേ? ഒരുപാട് സ്വപ്നം. ഞാൻ എന്റെ പ്രസംഗ വേദികൾ സാധാരണ പറയും, ഒരുപാട് സ്വപ്നമൊന്നും കാണണ്ട, ഒരുപാട് സ്വപ്നമൊന്നും കാണണ്ട. പിന്നെ കൃപയാൽ ഇച്ചിരി വെള്ളമൊക്കെ തന്നാൽ സ്തോത്രം പറഞ്ഞ് കുടിക്കുക, വീട്ടിൽ നിന്ന് ഇറക്കി വിടാതെ ഏതെങ്കിലും ഒരു റൂമൊക്കെ തന്ന് അവിടെ കിടത്തിയാ കിടക്കാം, അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഹല്ലേലൂയ. കാലം മാറിപ്പോയി. ആമേ സ്തോത്രം. നമ്മുടെ ആമേ കയ്യിൽ ഒതുങ്ങുന്ന കാലമൊന്നുമല്ല. സ്തോത്രം. നമുക്ക് നമ്മുടെ മക്കളൊക്കെ എന്താ നല്ല കുഞ്ഞുങ്ങളാണ്. സ്തോത്രം. ആമൻ. ആര് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുറ്റം വന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യത്തില്ല. ആമൻ. പറയുന്നവർക്കിട്ട് രണ്ടെണ്ണം ആ കാലം. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന്റെ കാരണം ആമൻ നോക്കി, ഇങ്ങനെ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ഒത്തിരി പദ്ധതികൾ ഉണ്ടായിരുന്നു. ആരെ കുറിച്ച്? മനുഷ്യനെ കുറിച്ച്. പക്ഷെ അതെല്ലാം എന്ത് ചെയ്തു? അവൻ തകർത്തു. അവിടെയാണ് യേശുക്രിസ്തുവിന്റെ പ്രാധാന്യം. ആമൻ അങ്ങനെ തകർത്തെറിഞ്ഞു ദൈവിക പദ്ധതികളെ സാത്താൻ പൊളിച്ച് മനുഷ്യനിലൂടെ ആമൻ നമ്മുടെ ഭാഷയെ പറഞ്ഞ പൊളിച്ചടുക്കി. അങ്ങനെ തകർത്ത ദൈവവും മനുഷ്യനുമായിട്ട് എന്ത് ചെയ്തു? അകന്നുപോയി. സ്തോത്രം. ആ മനുഷ്യനെയും ദൈവത്തെയും നിരപ്പിക്കുവാനാണ് കാൽവരി ക്രൂശിൽ കർത്താവാകുന്ന യേശു നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. ആമൻ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ആമൻ ഈ ഭാഗത്തൂടെ പറയണമെന്ന്. പിന്നീട് നമുക്ക് ആ ഭാഗങ്ങൾ ചിന്തിക്കാം. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധാനത്തിൽ അടയ്ക്കാം. പ്രിയമുള്ള ദൈവമക്കളെ, ആമൻ ദൈവവും മനുഷ്യനുമായിട്ട് ആമനുണ്ടായ വിടവ് നികത്തുവാനാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. പ്രിയമുള്ളവരെ, അതിനൊരു ശരീരം, ഇവിടെ ഒരു ഉദരം ആവശ്യമായിരുന്നു. അതിനൊരു കന്യകയെ ദൈവം തിരഞ്ഞെടുത്തു. ആമേ സ്തോത്ര. മറിയയിലൂടെ പരിശുദ്ധാത്മാവിനാൽ ആമേ ഭൂജാതനാകപ്പെട്ട കർത്താവാകുന്ന യേശു ആമൻ ഈ തെറ്റിപ്പോയ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആ രക്തത്തിന്റെ മറുവിലയാണ് നാം ഓരോരുത്തരും. പ്രിയമുള്ളവരെ, ഒന്ന് ശ്രദ്ധിക്കണം. നമുക്കറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഞാനൊന്ന് ആവർത്തിച്ച് ഊട്ടിയുറപ്പിച്ച് പറയുകയാണ്. ആമൻ. ഞാനും നിങ്ങളും ആമൻ ദൈവമായിട്ടുള്ള ബന്ധമില്ലാതിരുന്ന നമ്മെ ദൈവമായിട്ട് അടുപ്പിക്കുവാൻ, ദൈവമായിട്ട് നിരപ്പിക്കുവാൻ, ദൈവമായിട്ട് പഴയ ബന്ധത്തിലേക്ക് കൊണ്ടുവരുവാൻ ആമൻ കർത്താവാകുന്ന യേശു സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനും ആമൻ സ്തോത്രം, ആമൻ പിതാവാകുന്ന ദൈവത്തിന്റെ മകനായിട്ട് വിളിക്കപ്പെടുവാനുള്ള വാതിൽ ആ ക്രൂശിലെ മരണത്തോടുകൂടെ തുറക്കപ്പെട്ടു. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ നിങ്ങൾ ബന്ധക്കോസ് ജനിച്ചവരായിരിക്കാം, അല്ല എങ്കിൽ മാതാപിതാക്കൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് അവരോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരുന്നവരായിരിക്കാം. അതൊക്കെ സത്യമാണ്. പക്ഷേ ഒരു യാഥാർത്ഥ്യ സത്യം ഇതിനകത്തുണ്ട്. ആമൻ. നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നു, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു. ആകയാൽ യേശുവിനെ കണ്ടുമുട്ടുവാൻ, യേശുവിന്റെ മകനും മകളുമായി തീരുവാൻ, യേശുവിന്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ, യേശുവിനെ ഉയർത്തി കാണിക്കുവാൻ ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് തന്ന ആ കൃപകൾ ഓർത്ത് നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണ്. സമുദ്രത്തിന്മേൽ
നീ അതിനെ സ്ഥാപിച്ചു. നദികളിന്മേൽ നീ അതിനെ ഉറപ്പിക്കുവാനിടയായിത്തീർന്നു. ആമേ സകല ആമേ ഭൂസിമവാസികളുമായുള്ളവരെ അവങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കും. ആമേ സകലത്തിന്റെ ഉടമസ്ഥനും പരമാധികാരമുള്ള ആമൻ ആ ദൈവത്തെ ഉയർത്തി കാണിക്കുക. ഇന്ന് പകൽക്കാലം ദൈവം തന്ന അവസരത്തിന് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും.